നമസ്കാരം. ഇറാനെതിരായ സൈനിക ആക്രമണ ഭീഷണികളുമായി ലോകത്തെ വിറപ്പിച്ചിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ പേടിച്ച് വിറച്ച് പിന്നോട്ട് പോകേണ്ടി വരുന്ന കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. ഒരു കാലത്ത് എന്തും ചെയ്യാൻ തയ്യാറാണെന്ന ഭാവത്തിൽ ഇറാനെതിരെ യുദ്ധകാഹളം മുഴക്കിയ ട്രംപ് ഇന്ന് സൈനിക ഇടപെടൽ ആവശ്യമില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇറാനിലെ ആക്രമണം നടത്തുമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോകുമ്പോൾ എന്താണ് അതിന് പിന്നിലെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആഭ്യന്തര കലാപം നടക്കുന്ന ഇറാനിൽ സൈനിക നടപടി ആവശ്യമില്ല എന്നാണ് ട്രംപ് ഏറ്റവും അവസാനം പ്രസ്താവിച്ചിരിക്കുന്നത്. വാഷിംഗ്ടൺ ഇറാനിൽ ആക്രമണം നടത്തുമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോകുന്നതിന്റെ കാരണം ഇറാനോടുള്ള ഭയം തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇറാനെതിരെ സൈനിക നടപടി ലക്ഷ്യമിട്ട് US യുദ്ധക്കപ്പലായ USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് ചെങ്കടലിലുണ്ട് എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെ ചൂടാറുന്നതിന് മുൻപാണ് പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇറാനെതിരെ സൈനിക ശക്തി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ഇറാനുമായി ചർച്ചകളിലൂടെ ആണവ കരാറിൽ ധാരണയിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ആണവ കരാറിൽ അമേരിക്കയുമായി ചർച്ചയിൽ ഏർപ്പെടാത്തതിനാലാണ് ഇറാനെതിരെ സൈനിക ഭീഷണി മുഴക്കി ട്രംപ് രംഗത്തെത്തിയത്. നേരത്തെയുള്ള 9 യുദ്ധക്കപ്പലുകൾക്ക് പുറമെ USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന കപ്പലും ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുകയാണ് എന്ന് ട്രൂത്ത് സോഷ്യൽ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. മാസീവ് അർമാഡ എന്നാണ് ട്രംപ് അമേരിക്കൻ കപ്പൽപ്പടയെ വിശേഷിപ്പിച്ചത്. വെനസ്വേലയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽപ്പടയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ നിലപാട് മാറ്റം വെറുമൊരു നയപരമായ പുനഃപരിശോധനയല്ല, മറിച്ച് ഇറാനെ നേരിടാനുള്ള ധൈര്യം ട്രംപിന് ഇല്ലാതായതിന്റെ വ്യക്തമായ അടയാളമാണിത് എന്ന് കൂടി വിലയിരുത്തേണ്ടി വരും. ഇറാനിൽ ആഭ്യന്തര അസ്ഥിരത നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യമാണെങ്കിലും അതിനെ ഒരു ആക്രമണത്തിന് ന്യായമായി ഉപയോഗിക്കാൻ വാഷിംഗ്ടൺ ശ്രമിച്ച കാലം ഇപ്പോൾ കഴിഞ്ഞു. ഇറാൻ തകർന്നു വീഴും, ഭരണകൂടം വീഴും എന്നൊക്കെ പ്രവചിച്ചിരുന്ന അമേരിക്കൻ ഭരണകൂടം യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ പിൻവാങ്ങാൻ നിർബന്ധിതരായി എന്നതാണ് വാസ്തവം. ഇറാൻ ഒരു ലിബിയയോ ഇറാഖോ അല്ലെന്ന സത്യം ഒടുവിൽ ട്രംപിന് തന്നെ ബോധ്യമായി. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി ഭീഷണിയും ധാർഷ്ട്യവുമായിരുന്നു. ഉത്തര കൊറിയ മുതൽ ഇറാൻ വരെ എതിരാളികളെ വാക്കുകൾ കൊണ്ട് പേടിപ്പിച്ച് കീഴടക്കാമെന്ന തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ആ തന്ത്രം പൂർണ്ണമായി പരാജയപ്പെട്ടു. ശക്തമായ സൈനിക ശേഷിയും പ്രാദേശിക സ്വാധീനവും ദീർഘകാല പ്രതിരോധ തന്ത്രങ്ങളുമുള്ള രാജ്യമാണ് ഇറാൻ. അമേരിക്ക ആക്രമണം നടത്തിയാൽ അതിന്റെ പ്രത്യാഘാതം മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ കത്തിച്ചു കളയുമെന്നത് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് ഭയപ്പെട്ടു, പിന്നോട്ട് പോയി എന്നതാണ് യാഥാർത്ഥ്യം. ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അത് വെറും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കില്ല. ഹോർമൂസ് കടലിടുക്ക് മുതൽ ഇസ്രയേൽ വരെ, സൗദി അറേബ്യ മുതൽ ഇറാഖ് വരെ മുഴുവൻ മേഖലയും അസ്ഥിരമാവുമായിരുന്നു. എണ്ണവില കുതിച്ചുയരും, ആഗോള സമ്പദ് വ്യവസ്ഥ തകർന്നടിയും. സ്വന്തം രാജ്യത്തിനുള്ളിലെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും തിരഞ്ഞെടുപ്പ് ഭീതിയും നേരിടുന്ന ട്രംപിന് അത്തരമൊരു അപകടം ഏറ്റെടുക്കാൻ കഴിയില്ല. ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധങ്ങളെ ഉപയോഗിച്ച് ഭരണകൂടത്തെ വീഴ്ത്താമെന്ന അമേരിക്കൻ സ്വപ്നവും വെറും പ്രതീക്ഷയും മാത്രമായി മാറി. ചരിത്രം തെളിയിച്ചതുപോലെ വിദേശ ഭീഷണികൾ ഇറാനിയൻ സമൂഹത്തെ കൂടുതൽ ഏകീകരിക്കുകയാണ് ചെയ്യുന്നത്. ട്രംപ് ഇത് തിരിച്ചറിഞ്ഞതോടെ ആക്രമണ ഭീഷണി പിൻവലിച്ച് സൈനിക നടപടി ആവശ്യമില്ല എന്ന നിലപാട് സ്വീകരിക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതൊരു നയവിജയമല്ല, മറിച്ച് രാഷ്ട്രീയ പരാജയമാണ്. ട്രംപിന്റെ ഈ പിൻവാങ്ങൽ ഉറപ്പായും രാഷ്ട്രീയ പരാജയമാണ് എന്ന് തന്നെയാവും ചരിത്രവും വിലയിരുത്തുക. അമേരിക്കയുടെ ആഗോള നേതൃത്വത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരിക്കൽ ലോകത്തിന്റെ പോലീസായി നടിച്ചിരുന്ന രാജ്യം ഇന്ന് സ്വന്തം ഭീഷണികൾ പോലും നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇറാൻ വിഷയത്തിൽ ട്രംപ് കാണിച്ച അസ്ഥിരത അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ ദൗർബല്യം തുറന്നുകാട്ടും. ഈ സംഭവ വികാസങ്ങൾ ഒരൊറ്റ സത്യം വ്യക്തമാക്കും: ഇറാനെ പേടിച്ച് ട്രംപ് പിന്മാറി എന്ന സത്യം. ശക്തമായ വാക്കുകൾ കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാനാവില്ല എന്ന് യാഥാർത്ഥ്യങ്ങൾ അവഗണിച്ച് സാമ്രാജ്യത്വ ധാർഷ്ട്യം കാണിച്ചാൽ പരാജയം ഉറപ്പാണെന്ന പാഠമാണ്. ഇറാൻ നിലകൊണ്ടു, ട്രംപ് പിന്മാറി. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം.